ഷുഗർ കൂടുതലുള്ളവര്, കാൽസ്യം കുറവുള്ളവര്, രക്തക്കുറവുള്ളവര്, വണ്ണം കുറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഓടി വരും. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുതിര വെച്ചുള്ള രസവും മുതിര വെച്ചുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടാ. അത് മാത്രല്ല ഇതെങ്ങനെയാണ് കഴിക്കണേന്ന് ലാസ്റ്റ് കാണിക്കണുണ്ട്. അപ്പൊ അതും കൂടെ കാണാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ആദ്യം മുതിര രസം ഉണ്ടാക്കാം. മുതിര രസം ഉണ്ടാക്കാനായിട്ട് മുതിര വേവിച്ച വെള്ളമാണ് നമുക്ക് വേണ്ടത്. തലേ ദിവസം വെള്ളത്തിലിട്ട മുതിരയാണെങ്കിൽ ഒരു 4-5 വിസിലടിച്ച് വേവിക്കാം. വെള്ളത്തിലിടാത്ത മുതിരയാണെങ്കിൽ ഒരു 8-10 വിസിലെങ്കിലും അടിച്ചാലേ വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ വേവിച്ച മുതിരയുടെ വെള്ളമാണ് ഊറ്റി എടുത്ത് വെച്ചിരിക്കണത്. അതവിടെ മാറ്റി വെക്കുക. ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു കൈപ്പിടി നിറയെ മല്ലിയില, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇതൊന്നും നമുക്ക് ചതച്ചെടുത്തോണ്ട് വരാട്ടോ. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുതിര വേവിച്ചതാണ് ചേർത്ത് കൊടുക്കണത്. അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാട്ടാ. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു നെല്ലിക്കയോളം വലിപ്പമുള്ള പുളി കലക്കി അരിച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളിയാണ് മുറിച്ച് ചേർത്തിരിക്കുന്നത്. ഇത് കഷ്ണങ്ങളാക്കി ചേർത്താ പോരാ, കൈ വെച്ച് നന്നായി തിരുമ്മി ഉടച്ച് ചേർക്കണം കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർക്കാം. മുതിരയിൽ ഉപ്പ് ചേർത്ത് വേവിക്കാത്തത് കാരണം ഞാൻ ഇതിലധികം ഉപ്പ് ചേർക്കണുണ്ട്. ഇനി അതൊന്ന് നന്നായി തിരുമ്മി കൊടുക്കാട്ടോ. ഒരു ചട്ടി അടപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ ചതച്ചു വെച്ച മസാല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഇളക്കി അതിന്റെ പച്ചമണം ഒന്ന് പോയതിന് ശേഷം കൈകൊണ്ട് തിരുമ്മി വെച്ച തക്കാളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇനി അതൊന്ന് മൂടി വെച്ചു കൊടുക്കാട്ടോ. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞു വരണം. അപ്പൊ അതാ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1/2 ടീസ്പൂൺ കായാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇതാ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കണം മുതിരയുടെ വെള്ളം ഇല്ലേ, മുതിര വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്ത് അപ്പൊ നമ്മളെ പോഷക ഗുണങ്ങൾ നിറഞ്ഞ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുതിര ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വറന്നു വരുമ്പോൾ 1 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ഉണക്കമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉണക്കമുളക് ഒന്ന് നുറുക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-15 ചെറുള്ളിയും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വാടണ്ട, ഇതുപോലെ വാടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത പരിപാടി കഴിഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മളെ മുതിര ചമ്മന്തി. അപ്പൊ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ അരിഞ്ഞു കിട്ടാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. ഇനി ഇത് എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താ, ഇത് ചോറ് വേവിച്ചതിന് ശേഷം ആ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഞാൻ കുറച്ച് ചോറ് ഇട്ട് വെക്കും ഇവിടെ ഉണ്ണികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞാൽ നന്നായി വെന്ത ചോറായിരിക്കും. അത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തിരുമിയാൽ ഉടച്ചെടുക്കാൻ സുഖമാണ് കേട്ടോ. ആ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കൈയില് രസം കോരി ഒഴിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാലൊന്നും ഞാൻ ഈ പറഞ്ഞത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ രസത്തിന്. ഇനി അതിലേക്ക് മുതിര ചമ്മന്തിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉഷാറ് ടൈം. എൻ്റെ അടുത്തപ്പോൾ പപ്പടം ഇല്ല. ഇനി കൈ വെച്ചിട്ട് നമ്മൾ രസവും ചോറും കൂടി നന്നായി ഇങ്ങനെ ഉടച്ചു കൊടുക്കാട്ടോ. ഇനി അതിലേക്ക് ആ ചമ്മന്തിയും കൂടെ ചേർത്ത് ഒന്ന് തിരുമ്മി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ വേണം കഴിക്കാൻ. രസവും ചമ്മന്തിയും ചോറും കൂടെ ഈ ഒരു രൂപത്തിലാവണം. ഇനി അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ശരീരത്തിന് തണുവിനെ പ്രതിരോധിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ മുതിര ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും കഴിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക.